പട്നയിലെ പ്രദേശവാസികൾക്ക് കഴിഞ്ഞ ദിവസം 2 സ്യൂട്ട് കേസുകൾ കിട്ടി. അതിലുണ്ടായിരുന്നത് വെട്ടിയറുത്ത നിലയിലുള്ള 2 മൃതദേഹങ്ങളായിരുന്നു. ഉത്തർപ്രദേശിൽ ഒരു യുവതിയെ കൊലപ്പെടുത്തിയത് ഭർത്താവിന്റെ സ്വന്തം സഹോദരനാണ്. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ കൊലപാതകത്തിൽ പ്രതികളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ അനുജന്റെ പ്രണയവിവാഹത്തിൽ അസന്തുഷ്ടനായ സഹോദരൻ അനുജന്റെ ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. കൊല്ലപ്പെടുമ്പോൾ അവർ ഗർഭിണിയായിരുന്നുവെന്നതാണ് അതിലേറെ ദുഃഖകരമായ മറ്റൊരു കാര്യം. മാസം മുൻപാണ് സഹാറൻപൂർ നിവാസിയായ സനാനാസ് എന്ന യുവതി പ്രദേശത്തെ സൽമാൻ എന്ന യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. തുടക്കം മുതൽ തന്നെ സൽമാന്റെ സഹോദരന് ഈ വിവാഹത്തിന് സമ്മതമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സനയോട് ആ വിരോധം അയാൾ തുറന്നു കാണിക്കുകയും ചെയ്തിരുന്നു. മാസങ്ങൾ പിന്നിട്ടപ്പോൾ സന ഗർഭിണിയാണെന്ന് കൂടി അറിഞ്ഞതോടെ സൽമാന്റെ സഹോദരന് സനയോടുള്ള പക വർദ്ധിക്കുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് അയാൾ സനയെ അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സന അയാൾ കമ്പിപ്പാര കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഭർത്താവ് സൽമാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കാണുന്നത് ജീവനറ്റ നിലയിൽ നിലത്ത് കിടക്കുന്ന സനയെയും വീടിനുള്ളിലേക്ക് കടക്കാൻ ആരെയും അനുവദിക്കാതെ കമ്പിപ്പാര കൊണ്ട് ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സഹോദരനെയുമാണ്. ഇയാൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ഒരു സംഘം പോലീസ് വീട്ടിലേക്ക് എത്തുന്നത്. നനോട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കൊലപാതകം നടന്നത്. പോലീസ് എത്തി പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പോലീസുകാരുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. कस्बा में थाना ननौता के मोहल्ला चाहा मंजिली कोट निवासी सलमान पुत्र इकलाक द्वारा 7:45 बजे के करीब थाने पर सूचना दी गई कि उसके भाई आमिर द्वारा उसकी पत्नी सनानाज की हत्या कर दी है और वह फावड़ा लिए घर में खड़ा है, किसी को घर में घुसने नहीं दे रहा है। इस सूचना पर पुलिस बल मौके पर पहुंचा तथा काफी प्रयासों के बाद आमिर पुत्र इकलाक को मौके से पकड़ा गया। मौके पर सनानाज की मृत्यु हो गई थी, जिसके शरीर, गर्दन व पेट पर फावड़े की चोटें थी। शव का पंचायतनामा भर के पोस्टमार्टम हेतु रवाना कर दिया गया है। मृतका के पिता मोहम्मद आशिक की तहरीर के आधार पर अभियोग पंजीकृत करके आवश्यक वैधानिक कार्रवाई की जा रही है। സനയുടെ ശരീരത്തിലും കഴുത്തിലും വയറിലും അടക്കം ആഴത്തിലുള്ള ഒന്നിലധികം പരിക്കുകൾ ഉണ്ടായിരുന്നതായും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അവർ മരിക്കുകയുമായിരുന്നു. സനയുടെ പിതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവാഹത്തോടുള്ള എതിർപ്പുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ കണ്ടെത്തലുകൾ. കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കം ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. പട്നയിലെ ഒരു നദിക്കരയിൽ നിന്നും അവിടുത്തെ പ്രദേശവാസികൾ കണ്ടെത്തിയത് തലയറുക്കപ്പെട്ട് ശരീരം വിവിധ ഭാഗങ്ങളായി ഛേദിക്കപ്പെട്ട 2 മൃതദേഹങ്ങളാണ്. ആരായിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിൽ? ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെ കാരണം അതെന്തായിരിക്കും? ആരാകും കൊല്ലപ്പെട്ട ആ 2 പേർ? പട്നയിലെ കൈമൂർ ജില്ലയിലെ ദുർഗാവതി നദിയിൽ ഞായറാഴ്ചയാണ് 2 വ്യത്യസ്ത സ്യൂട്ട് കേസുകളിൽ 2 പുരുഷന്മാരുടെ അഴുകിയ ശരീരഭാഗങ്ങൾ നാട്ടുകാർ കണ്ടെത്തുന്നത്. നദിക്കരയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധിച്ച പ്രദേശവാസികൾ സ്ഥലത്ത് പരിശോധന നടത്തിയതോടെയാണ് സ്യൂട്ട് കേസുകൾ കണ്ടെത്തുന്നത്. സ്യൂട്ട് കേസുകൾ പരിശോധിച്ച പ്രദേശവാസികൾ കണ്ടത് അതിനുള്ളിൽ കുത്തി നിറച്ച നിലയിലുള്ള വെട്ടിമുറിച്ച മനുഷ്യാവശിഷ്ടങ്ങളാണ്. 2 മൃതദേഹങ്ങൾക്കും തലയില്ലായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ രാംഗഡ് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയുമായിരുന്നു.
കൈമൂർ SP ഹരിമോഹൻ ശുക്ല ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഒപ്പം ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവുകളും ശേഖരിച്ചു. കഷ്ണങ്ങളാക്കിയ മൃതദേഹാവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി बाबुवैले सदर आशुपत्रिയിലേക്ക് അയച്ചു. आज ये दुर्गावती नदी है जो हमारा भभुआ थाना और मोहनिया थाना और रामगढ़ थाना को मिलाने वाला बॉर्डर जो है उसी में ये पुल गुजरता है. पुल के नीचे ही दुर्गावती नदी है. उसी में आज सुबह ग्रामीणों द्वारा देखा गया कि कुछ बॉडी के पार्ट यहाँ पर तैर रहे हैं. इसके बाद हमारी टीम आई है, फॉरेंसिक टीम है, फोटोग्राफिक टीम है और हम लोगों ने बॉडी के अलग अलग पार्ट यहाँ पर कलेक्ट किए हैं. इसमें अभी हमारे ज़िला से तो किसी तरह की मिसिंग की कोई सूचना नहीं है. हम लोग इसको अपने बॉर्डरिंग ज़िला में इसकी खबर भेज रहे हैं, खबर कर रहे हैं और इसमें हम लोग कानूनी कार्रवाई करेंगे. बॉडी के पार्ट हैं, उसमें हाथ है, पैर है. കൈമൂർ ജില്ലയിൽ ഇതുവരെ കാണാതായവരുടെ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ഒരു കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്തതാണ് SP മാധ്യമങ്ങളോട് വിശദീകരിച്ചിരിക്കുന്നത്. ഇനി കണ്ടെത്തിയ മൃതദേഹങ്ങൾ അയൽ ജില്ലകളിൽ നിന്നുള്ള ആരുടെയെങ്കിലും ആണോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും നിർണായകമാവുക ഫോറൻസിക് റിപ്പോർട്ടാണ്. മരിച്ചത് ആരൊക്കെയാണെന്നും മരണകാരണം എന്താണെന്നും അടക്കം വ്യക്തമായാൽ മാത്രമേ അന്വേഷണത്തിലും ഇനി കൂടുതൽ വ്യക്തത വരൂ. പട്നയിൽ നിന്ന് തന്നെയാണ് മറ്റൊരു വാർത്തയും പുറത്തു വരുന്നത്. അവിടെ ഇന്ന് പുലർച്ചെ ഒരു 64-കാരൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എന്നാൽ മരിച്ചയാളുടെ കുടുംബം ആരോപിക്കുന്നത് അതൊരു കൊലപാതകമാണെന്നാണ്. എന്താകും അവർ അങ്ങനെ പറയാനുണ്ടായ കാരണം? പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണിപ്പോൾ. ബീഹാർ തലസ്ഥാനമായ പട്നയിലെ ബിഹ്ദ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രാവിലെയോടെയാണ് 64-കാരന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. കുടുംബം വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് കുടുംബം ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമെന്ന സംശയം ഉന്നയിക്കുന്നത്. ശിവസാവ് എന്ന 64-കാരനാണ് മരിച്ചത്. മരിക്കുന്നതിന് തലേ ദിവസം, അതായത് ഇന്നലെ, ശിവസാവിന്റെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ നടന്നിരുന്നു. ശിവസാവിന്റെ ചില ബന്ധുക്കൾ ഇയാളെ ആക്രമിക്കുകയും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ശിവസാവിനെ വീട്ടിൽ നിന്ന് 100 മീറ്റർ അകലെയുള്ള ഒരു നാരകമരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതാണ് കുടുംബം ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന സംശയം പ്രധാനമായും ഉന്നയിക്കാനുള്ള കാരണം. ആക്രമിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാകാമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. जो लोग मारपीट किया सब मार उठ के टांग दिया सब. यहाँ पे हम लोग के पास फोन गया है तो हम आए हैं यहाँ पे तो देखें मतलब लटके हुए पिताजी ऐसे मार के मतलब सर उठ कर फोड़ दिया सब. ठीक है, उसके बाद यहाँ पे लटका दिया है सब. पिताजी का नाम है श्री शिव साहब कटेसर, बेटा पत्नी. क्या करते हैं? लेबर में काम करते हैं, मजदूरी है. मजदूर है. हाँ, मैं उनका मंजिल बेटा हूँ. किसी से कोई विवाद भी था क्या? नहीं, विवाद नहीं था. लोग अपने ही में कचरा कर रहा था कि भाई बाद में मारने लगा सब पापा के. ശിവസാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്കായി അയച്ചിരിക്കുകയാണിപ്പോൾ. ശിവസാവിന്റെ തലയിലടക്കം ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ആക്രമിച്ച് കൊലപ്പെടുത്തിയ ശേഷം മരത്തിൽ കെട്ടിത്തൂക്കിയതാകാമെന്നൊരു സംശയമാണ് പോലീസ് ഉന്നയിക്കുന്നത്. നിലവിൽ കുടുംബത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മരിച്ചയാളുടെ കുടുംബത്തിലെ തന്നെ 3 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണിപ്പോൾ. बीटा थाना के कटेसर गांव में एक व्यक्ति को मारपीट कर ईंट से लटकाकर हत्या कर देने की सूचना मिली. इस सूचना पर हम लोग गए. वहाँ जांच पड़ताल में पता चला कि आपस में पटदार में लड़ाई झगड़ा का मामला था और इसके बाद हम लोग FSL की टीम को बुलाया गया है और जांच की जा रही है. 3 व्यक्तियों को हिरासत में लेकर के पूछताछ किया जा रहा है. प्रथम दृष्टया क्या लगता है? प्रथम दृष्टया मारपीट में उनका मामला आ रहा है और पेड़ से लटका हुआ लाश मिला है. किस परिस्थिति में किसके द्वारा किया गया इसकी जांच की जा रही है. സ്ഥലത്ത് പരിശോധന നടത്തിയ പോലീസും FSL സംഘവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ മരിച്ചയാളുടെ മകൻ വ്യക്തമാക്കിയിരിക്കുന്നത് അവരുടെ പാട്ടീദാർ ഗോട്ടിയ വിഭാഗക്കാർ എന്നിവർ ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ്.
ഇതിലെ യാഥാർത്ഥ്യം പരിശോധിക്കുകയാണിപ്പോൾ പോലീസ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഡൽഹിയിൽ ഒരു യുവാവിനെ സുഹൃത്തുക്കൾ ചേർന്ന് കുത്തിക്കൊലപ്പെടുത്തി. 3 ദിവസം മുൻപുണ്ടായ ഒരു വഴക്കാണ് കൊലപാതകത്തിന് കാരണം. തർക്കത്തിന് കാരണമെന്ത് എന്ന് അന്വേഷിക്കുകയാണിപ്പോൾ പോലീസ്. ജില്ലയിലെ പ്രേംനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. മനീഷ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി സുഹൃത്തുക്കളോടൊപ്പം സമീപത്തെ ത്രിപാഠി എൻക്ലേവിലേക്ക് പോയതായിരുന്നു മനീഷ്. അവിടെ വെച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് സുഹൃത്തുക്കളുമായി തർക്കത്തിലായി. തർക്കം കൂടുതൽ രൂക്ഷമായപ്പോൾ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് മനീഷിനെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ തന്നെ വിവരം ലഭിച്ച പോലീസ് സ്ഥലത്തെത്തി. മനീഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അയാൾ മരണപ്പെടുകയായിരുന്നു. ശനിയാഴ്ചയാണ് സംഭവം നടന്നതെങ്കിലും ഞായറാഴ്ച രാവിലെയാണ് സംഭവത്തെപ്പറ്റി പോലീസ് കുടുംബത്തെ അറിയിക്കുന്നത്. അതേസമയം 3 ദിവസം മുൻപ് മനീഷ് ചില ആളുകളുമായി എന്തോ പ്രശ്നത്തിന്റെ പേരിൽ വഴക്കിട്ടിരുന്നുവെന്നും ഈ വൈരാഗ്യത്തിന്റെ ഫലമായാണ് മനീഷ് കൊല ചെയ്യപ്പെട്ടതെന്നും മനീഷിന്റെ സഹോദരൻ സച്ചിൻ പറഞ്ഞു. मेरे को तो मैं खाटू श्याम गया हुआ था, तो सुबह 8 बजे फ़ोन आया पुलिस वाले का, मेरे पास नहीं मेरे दोस्त के पास, कि ऐसे ऐसे बात हो गई. जब मुझे पता लगा ये चीज़, फिर हमने थोड़ा बहुत पता करा तो पता चला कि लड़ाई वड़ाई के बाद उन लोगों ने मनीष को बुला के ले गए थे. उसको जो जिनके साथ था वो घर छोड़ के गए थे, लेकिन वो उनको बुला के अपने पास ले गया था. राज कौन? जिसने मारा है. कैसे पता चला कि राज नहीं मारा है? पुलिस वाले ही बता रहे थे. और क्या करता था आपका भाई? भाई तो अभी फ़िलहाल तो कुछ नहीं करता था. जो लोग गए थे क्या उनसे कोई दोस्ती थी? हाँ दोस्ती थी उससे, दोस्ती ही थी उससे. സിസിടിവി ദൃശ്യങ്ങളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതിയെ തിരിച്ചറിയാനും അറസ്റ്റ് ചെയ്യാനും പോലീസ് ശ്രമം തുടരുകയാണ്. മനീഷും സുഹൃത്തുക്കളും തമ്മിൽ മുൻപേ തന്നെ ചില കാര്യങ്ങളിൽ തർക്കം നിലനിന്നിരുന്നു. ആ വൈരാഗ്യത്തിന്റെ ഫലമായാണ് കൊലപാതകമെന്ന് തന്നെയാണ് പിതാവടക്കം ഉന്നയിക്കുന്ന സംശയം. മനീഷും പ്രതികളും തമ്മിൽ എന്തോ കാര്യത്തെ ചൊല്ലി വഴക്കുണ്ടായിരുന്നതായി അന്വേഷണത്തിലും വ്യക്തമായിട്ടുണ്ട്. സംഭവത്തിൽ മനീഷിന്റെ പിതാവും സഹോദരിയും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിലേക്ക് കൂടി പോകാം. मैं यहाँ 10 बजे में करीब आया बुलाने के लिए उसको, लड़का को ले गया यहाँ से. उसको बाद मैं ये भी नहीं देखा कि से कौन है यहाँ पर कौन नहीं. जब तक गेट खोले तब तक ले वो निकल गया था. नहीं फ़ोन वोन भी नहीं आया था, कुछ भी नहीं आया था. उसको बाद मुझे यहाँ क्या हुआ क्या नहीं हुआ मुझे पता नहीं है. 9 बजे में पता लगा सुबह में. बच्चा यहाँ घर में रहता था, अपना ऑनलाइन अपना काम करता था. ये 2 लड़का है से पेटीएम में काम करता है. लड़का भी यहाँ पर नहीं था, हम अकेले यहाँ पर मैं थे सोए हुए. जब उसको हम पूछे भी कहाँ जा रहा था, आ रहा हूँ 10 मिनट. रात में 11 बजे लड़के आए थे 4-5, कुंडी खटखटा के उनको ले गए थे. इसके बाद से हमें सुबह खबर लगाया 9 बजे कि उनकी डेथ हो गई. इसमें लड़कियां भी शामिल हैं. कैसे पता चला कि लड़कियां शामिल थी? क्योंकि मुझे जब मैं हॉस्पिटल गई तो हॉस्पिटल वालों ने बोला कि लड़कियां लेके आई थी इनको 3-4. फिर मुझे थाना पे बुलाया गया. जब मैं थाने पे गई तो मैं लड़कियां को देखी थी वहाँ पे. हाँ तो आए थे, बुलाने आए थे, जो क्या बोल करके लेके गए थे, कहाँ ले जाने की बात पता चल पाया? वो ऐसे दोस्त, पहले उनसे दोस्ती था उनका, दोस्त यार में ही उनको ले गए थे. उनको क्या पता था कि दोस्त मुझे ले जाके मार देंगे. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെ പോലീസ് കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മനീഷിന്റെ സുഹൃത്തുക്കളായ രാജ്, ദീപാൻഷു, ബണ്ടി എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇവർ 3 പേരും മാത്രമാണോ അതോ മറ്റാരെങ്കിലും കൂടി കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ സുഹൃത്തുക്കളുമായി മനീഷ് തർക്കത്തിലാകാനുള്ള കാരണവും നിർണായകമാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പണമിടപാടോ മറ്റോ നടന്നിട്ടുണ്ടോ എന്നും
പോലീസ് സംശയിക്കുന്നുണ്ട്. ഹൈദരാബാദിൽ റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത ഞെട്ടിക്കുന്നതായിരുന്നു. വീട്ടുജോലിക്കാരിയുടെ സഹായത്തോടെ മോഷ്ടാക്കൾ നടത്തിയ കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇപ്പോഴിതാ കൊലപാതകത്തിൽ പ്രതികളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥന്റെ ജൂബിലി ഹിൽസിലെ വീട്ടിൽ അതിക്രൂരമായായിരുന്നു ഭാര്യ തനൂജ കൊല്ലപ്പെട്ടത്. പോലീസിന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ മുൻപ് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട നേപ്പാൾ സ്വദേശികളാണ് കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കുറ്റവാളിയായ സാഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊലപാതകവും മോഷണവും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇരയുടെ വീട്ടുജോലിക്കാരിയായ കൽപ്പനയുടെയും സഹായത്തോടെ കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇവർ. പോലീസിന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഡൽഹിയിലെ ഒരു ജയിലിനുള്ളിൽ നിന്നാണ് ഗൂഢാലോചന നടന്നിരിക്കുന്നത്. ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന കൽപ്പന വഴി മുംബൈ, പട്ന, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെ കൊലപാതകം നടപ്പിലാക്കുന്നതിനായി സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. അന്വേഷണത്തിൽ വീട്ടുജോലിക്കാരിയായ കൽപ്പനയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും മുൻപ് ലക്നൌവിൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമാണ് പോലീസ് കണ്ടെത്തൽ. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം മുംബൈയിൽ ഒളിപ്പിച്ചിരിക്കാമെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അതേസമയം പ്രതികൾ രാജ്യം വിടുന്നത് തടയാനായി ഡൽഹി, മുംബൈ, ഇന്ത്യ, നേപ്പാൾ അതിർത്തി എന്നിവിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും ഒന്നിലധികം സംസ്ഥാനങ്ങളിലായി അന്വേഷണ സംഘങ്ങൾ സജീവമായി അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഹൈദരാബാദ് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. വീട്ടുജോലിക്കാരിയായ കൽപ്പന നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഞായറാഴ്ച പുലർച്ചെയാണ് റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനായ വിനയ് രഞ്ജന്റെ ഭാര്യ തനൂജയെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. പുലർച്ചെ 2 മണിയോടെയാണ് തനൂജ കൊല്ലപ്പെടുന്നത്. ജോലിക്കാരിയുടെ സഹായത്തോടെ മോഷണ ലക്ഷ്യവുമായി വീട്ടിലെത്തിയ പ്രതികൾ തനൂജയെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മക്കൾ കിടപ്പുമുറിയിലെത്തി നോക്കിയപ്പോൾ വായിൽ തുണി തിരുകി കൈയും കാലും കെട്ടിയിട്ട നിലയിൽ മരിച്ചു കിടക്കുന്ന അമ്മയെയാണ് അവർ കണ്ടത്. വൈദ്യപരിശോധന റിപ്പോർട്ട് അനുസരിച്ച് തനൂജയുടെ ശരീരത്തിൽ നിരവധി പരിക്കുകളുണ്ടെന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. ആക്രമണത്തിനിടയിൽ അവർ നിലവിളിക്കാതിരിക്കാനായി പ്രതികൾ തനൂജയുടെ കൈയും കാലും കെട്ടുകയും വായിൽ തുണി തിരുകുകയുമായിരുന്നു. വിനയ് രഞ്ജന്റെ അമ്മയെ പരിചരിക്കാനായി വീട്ടിലെത്തിയ ജോലിക്കാരിയായ കൽപ്പന പിന്നീട് വീട്ടുജോലിയും ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു. സംഭവത്തിന് ശേഷം അവരെ കാണാതായതോടെയാണ് കൊലപാതകം അവരുടെ കൂടി സഹായത്തോടെയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. പ്രതികളെ പിടികൂടാനുള്ള നീക്കം ഇപ്പോൾ പോലീസ് നടത്തുകയാണ്. പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.